ഹായ് നമസ്കാരം. ഓട്ടോഫൈ ലൈഫൊക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ക്യാരറ്റ് കേക്ക്. 1/4 കിലോയ്ക്ക് അടുത്ത് ക്യാരറ്റ് നല്ലപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വിളയിച്ചെടുക്കണം. പാൻ വെച്ച് കൊടുക്കാം, പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല ഞാരമളയി വന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ലപോലെ ഒന്ന് വിളയിച്ചെടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഡ്യൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ നല്ലപോലെ ഇരുന്നൊന്ന് വിളയിച്ച് എടുക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ നമ്മൾ വിളയിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇത് തണുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ചേർക്കാൻ. അപ്പോൾ നമുക്കിനി ബാറ്റർ തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കപ്പിന് 3/4 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. പഞ്ചസാര പൊടിച്ചത് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു ശകലം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീണ്ടും നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ അടിച്ചെടുത്തുള്ള നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. ബേക്കിംഗ് പൗഡർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയിലേക്ക് നമുക്ക് നമ്മുടെ പൊടി കുറേശ്ശിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മൈദയൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് അങ്ങനെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററിലേക്ക് ശകലം നട്ട്സും പിസ്തയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. നമുക്കിനി നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ മേളിൽ ശകലം ഡ്യൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ബേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വെച്ചു കൊടുക്കാം. നമുക്കിനി അടച്ച് വെച്ചൊരു 30-35 മിനിറ്റോളം ബേക്ക് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 35 മിനിറ്റോളം നമുക്ക് ക്യാരറ്റ് കേക്ക് നമുക്കൊന്ന് മറിച്ച് അമ്പട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മുറിച്ച് ഒന്ന് ടേസ്റ്റ് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞിക്കുടം പോലെ ഇരിക്കും. ഇതെന്നാ കഴിക്കാന്നറിയാമോ? എന്നാ കഴിക്കാം? നല്ലതാണോ? നമ്മുടെ ക്യാരറ്റ് കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്യാരറ്റൊക്കെ വെച്ച് ഇതുപോലെ കേക്ക് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങൾ കമൻറ്റ് അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.